ഓഡിബിൾ അല്ല? ഓഡിബിൾ അല്ലേ? Yes, yes. Audible, Yeah, audible. okay, Go ahead. okay, okay. So, after a long time ആണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ലൈക്ക് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഒരു ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്റൻസീവ് ഫേസിലാണ് നമ്മളുള്ളത്. ഏറ്റവും ഹെക്റ്റിക് ആയ ഷെഡ്യൂളിലായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിരുന്ന കാര്യമായിരുന്നത്. അങ്ങനെ ആ ഒരു 2 മാസം എന്ന അതിതീവ്രമായ കാലഘട്ടം അതിജീവിച്ചിട്ടാണ് എന്താ പറയാ ഇന്നിപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സോ അത് ശരിക്കും അതൊരു അതിജീവനാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അർത്ഥം പരിധി വരെ നമുക്ക് അത് അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു എക്സാം 2 എക്സാം ഒക്കെ ആണ് നമ്മൾ എഴുതുന്നെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മൾ എഴുതുന്നത് മൾട്ടിപ്പിൾ എക്സാംസ് ആണ്. സോ അത് പുറത്ത് കാണിക്കുന്നത് നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യലും അടങ്ങാത്ത ആഗ്രഹവും ഈ ഒരു ലൈക്ക് ഞാൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് തന്നെ എനിക്ക് സഞ്ചരിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ ഡെഡിക്കേഷൻ ആണ് അവിടെ കൃത്യമായിട്ട് പ്രകടിതമാവുന്നത്. സോ അതിനാദ്യം തന്നെ നിങ്ങൾ എല്ലാവരും അപ്രിസിയേറ്റ് ചെയ്യാണ്. റാങ്ക് അല്ലെങ്കിൽ സ്കോർ എന്ത് എന്നതിനപ്പുറം നമ്മൾ ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ അറ്റൻഡ് ചെയ്തോ അതിന്റെ ഭാഗമായിട്ടുണ്ടോ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിലേക്ക് നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും പോളിഗ്രാഡിന്റെ ഭാഗത്ത് നിന്ന്, പോളിഗ്രാഡിന്റെ എൻ്റെ ഫാക്കൽറ്റി ടീമും എൻ്റെ അക്കാഡമിക് ടീമും ആൻഡ് റാഫി സാർ അടക്കമുള്ള ഫിറാസ് സാർ, റാഫി സാർ, അതേപോലെ സാദിഖ് സാർ അടക്കമുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെ നമ്മൾ ഒരുമിച്ചിട്ടാണ് ഈ ഒരു 2 മാസം നമ്മളെ അടിപൊളിയാക്കി കഴിഞ്ഞത്. ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് നമ്മളെ മുമ്പിൽ ഇപ്പം സ്കോർ കാർഡിന്റെ രൂപത്തിൽ നമ്മളെ സിഒടിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ആ റിസൾട്ടില് നിങ്ങളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എന്താ പറയാ ഇമോജിയിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയും. ലൈക്ക് എന്താണ് നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളൊരു ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ആരെങ്കിലും ഒന്ന് പറയോ? എനിവൺ? എനിക്കിതില് പല ആൾക്കാര് നമ്മളെ ജനറൽ നോളജിന്റെ ക്ലാസ്സിലൂടെ അങ്ങനെ പലതില് അറിയുന്ന ആൾക്കാരാണ്. സോ ഞാൻ ഒന്നെങ്കിൽ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്ന. എനിക്ക് മൊത്തത്തിൽ എന്താണ് നിങ്ങളെ ലൈക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ. സൂര്യനാരായൺ നോട്ട് സാറ്റിസ്ഫൈഡ്. ഓക്കെ. മാന്യ കുഴപ്പമില്ല. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? ആൻഡ് 19, നമ്മൾ ഇത്ര ആൾക്കാരുണ്ട്, 19 ആൾക്കാരിൽ 2 ആൾക്കാർക്ക് റിസൾട്ടിനെ പറ്റി അഭിപ്രായം പറയാനുള്ളൂ. പാരഡി സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ. ആൻഡ് ഞാൻ ജസ്റ്റ് എനിക്ക് ഇങ്ങനെ സ്കോറും കാര്യങ്ങളും അറിയാവുന്നതിനപ്പുറം ബാക്കിയുള്ള ലൈക്ക് മൊത്തത്തിൽ എന്താണ് ഇതിന്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ടൈം ടേബിൾ ഹെക്റ്റിക് ആയിപ്പോ എല്ലാവരും, നിങ്ങൾ കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഓക്കെ, ഓഫ് കോഴ്സ് ശരിയാണ്. നമ്മളെ അതാ ഞാൻ പറഞ്ഞത്, ആ 2 മാസം എന്ന് പറഞ്ഞത് മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു പീക്കിലുള്ള സമയമാണ്. ആൻഡ് വലിയ മാർക്കൊന്നുമില്ല. ഓക്കെ. ആൻഡ് ഓക്കെ. സോ നിങ്ങൾ കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് ഐ ആം വെരി ഹാപ്പി ദാറ്റ് നിങ്ങൾ ആ റെസ്പോണ്ട് ചെയ്ത് സ്റ്റിൽ. ആൻഡ് ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒരു ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ പറയും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. കാരണം പ്രതീക്ഷ ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ നമ്മളെ കൂടെ ഇരിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് സിഒടിയിലെ സ്കോർ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി നമ്മളെ മുമ്പിലുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതില് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പറയുമ്പോൾ മേ ബി നിങ്ങളെ മൈൻഡിൽ ഓൾറെഡി ഉള്ള കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ മേ ബി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് ഒന്ന് നമുക്ക് നോക്കി നോക്കാം എന്തെല്ലാന്നുള്ളത്. ഓക്കെ. സോ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ സിയൂട്ടിന് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ പല ഞാനിപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ കണ്ടപ്പോ എനിക്ക് തോന്നിയപ്പം കണ്ടത് പറയാൻ തോന്നിയതാണ്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ. ഇതില് ഈ ഒരു സംഭവം. ഓക്കെ. നോർമലൈസേഷൻ ടുക്ക് അബൌട്ട് എ ലോട്ട് ഓഫ് മാർക്ക്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ. ടൈം നമ്മൾ ഹെക്റ്റിക് ആയി പോയി എന്നുള്ളത്. ഓക്കെ. എങ്ങനെ? അമീന കേട്ടിട്ടില്ല.
ഹലോ, എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കാം. ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം. സോ ബേസിക്കലി നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് എപ്പോഴും നടക്കുന്നുള്ളത് നമ്മൾ പറയും സെലക്ഷൻ പ്രൊസീജിയർ ആണെന്ന്. എന്നാൽ ശരിക്കും നമ്മളെ CUT ആവട്ടെ അല്ലെങ്കിൽ NCET ആവട്ടെ, ഏതൊരു ഇന്ത്യൻ എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും അതിലൊരിക്കലും സെലക്ഷൻ അല്ല നടക്കുന്നത്, മറിച്ച് എലിമിനേഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോണ്ടി, പല എക്സാംസിലും ആ എക്സാം എഴുതുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, ആ സ്റ്റുഡൻസിൽ കിട്ടുന്ന ആൾക്കാരെക്കാളും സെലക്റ്റഡ് ആവുന്ന ആൾക്കാരെക്കാളും കൂടുതൽ സ്റ്റുഡൻസ് എലിമിനേറ്റഡ് ആയി പോവാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി എന്നിട്ടും നമ്മൾ പറയും ആ എക്സാംസ് എല്ലാം സെലക്ഷൻ ബേസ്ഡ് റൗണ്ട് ആണ്. ആ രീതിയിൽ എലിമിനേഷൻ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുക പോലും ചെയ്യൂല. അപ്പം അതാണ് ശരിക്കും ഇന്ത്യൻ്റെ ഒരു ഇത്. അത് നമ്മളെ പോപ്പുലേഷൻ, നമ്മളെ പല കാര്യങ്ങളാണ് അതിന് ഫാക്ടർ ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ സെലക്ഷൻ എലിമിനേഷൻ ഇത് തമ്മിലുള്ള ഒരു ഇതില് കുറച്ചെങ്കിലും സെലക്ഷനോട് നീതി പുലർത്തുന്ന ഒരു എൻട്രൻസ് എക്സാം ഉണ്ടെങ്കിൽ അത് നമ്മളെ CUT എക്സാം ആയിരിക്കും. എഴുതുന്ന കുട്ടികളിലെ മേജർ പെർസെൻറ്റേജ് ഓഫ് ദ സ്റ്റുഡൻസും, അതായത് നമ്മൾ കുറച്ചെങ്കിലും CUTക്ക് ഒരു വില കൊടുത്ത് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ റിസൾട്ട് ഉണ്ടാവും. ആൻഡ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമ്മൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കടന്നു വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പം എലിമിനേഷനേക്കാളും സെലക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് CUT എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കുള്ള വക സ്റ്റിൽ എന്തുണ്ട്, ബാക്കിയുണ്ട്. അതാണുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നമ്മളെ സ്കോർ കാർഡ് നമുക്ക് കിട്ടിയ സമയത്ത് അതിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡിജിറ്റിന്റെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് നമ്മളെ നോർമലൈസ്ഡ് സ്കോറും, അതേപോലെ തന്നെ ഒന്ന് പേഴ്സൻറ്റേജ് സ്കോറും. ഇത് രണ്ടല്ലേ എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒന്ന് പറയോ? യെസ്, യെസ്. ആൻഡ് നിങ്ങൾ മാക്സിമം റെസ്പോണ്ടീവ് ആയിട്ടുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ഓക്കെ, അടിപൊളി, അടിപൊളി. യെസ്, യെസ്, ഓക്കെ. സോ അത് രണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ രണ്ടെണ്ണത്തില് ഏതെങ്കിലും നമ്മളെ ആക്ച്വൽ മാർക്ക് ഡിനോട്ട് ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങളിപ്പോ ഈ കണ്ട രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അതായത് നമുക്ക് കിട്ടിയ ശരിക്കുള്ള മാർക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. ഐ തിങ്ക് പാരന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ബേസ് വെച്ചിട്ട് തന്നെ പറയുന്നത്, നമ്മൾ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. ഓക്കെ, നീരജ് പറഞ്ഞിട്ടുണ്ട് നോ. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? നിങ്ങൾക്ക് നിങ്ങളെ ഒരു ശരിക്കും കിട്ടിയ മാർക്ക് അത് ആ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിട്ട് തോന്നിയിട്ടുണ്ടോ? സൂര്യനാരായൺ നോ. യെസ്, ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? റിയൽമി GT. ഓക്കെ, റിയൽമി. ഓക്കെ, ആ ഒരു അക്കൗണ്ട് എന്നുള്ളത് ആരാന്ന് ജസ്റ്റ് ഒന്ന് പറയോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ വിഷ്ണുവിന് ഏത് മാർക്കാണ് ഒറിജിനൽ മാർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? നോർമലൈസ്ഡ് സ്കോർ ആണോ, അല്ലെങ്കിൽ എന്താ പറയാ പേഴ്സൻറ്റേജ് സ്കോർ ആണോ? നോർമലൈസ്ഡ് സ്കോർ ഒറിജിനൽ മാർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞ നോ ആണെന്നെ. ഞാനിത് രണ്ടും എന്താണെന്ന് പറഞ്ഞുതരാം. നോർമലൈസ്ഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് പേഴ്സൻറ്റേജ് സ്കോറിനെ ആര് കാണുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന CUT എക്സാം നടത്തുന്ന നമ്മളെ UGC അഥവാ ഇവർ കാണുന്നത്. ക്ലിയർ അല്ല? അതായത് നെറ്റ് ആണല്ലോ, NTA ആണല്ലോ നടത്തുന്നത്. NTA ഇതിനെ കാണുന്നത് എങ്ങനെയാണ്, അതായത് നമ്മളെ നോർമലൈസ്ഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് പേഴ്സൻറ്റേജ് സ്കോറിനെ കാണുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയേക്കണം. ഇനി പേഴ്സൻറ്റേജ് സ്കോർ എന്താണെന്നും നോർമലൈസ് സ്കോർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് അതിനു മുമ്പ് നമ്മൾ മനസ്സിൽ വിചാരിക്കും നമ്മൾ ഓരോ സ്കോർ അതേപോലെ അപ്ലോഡ് ചെയ്താൽ മതി, എന്തിനാണ് ഇത് നോർമലൈസ്ഡ് എന്നും പേഴ്സണൽ മീൻസ് ഈ പേഴ്സൻറ്റേജ് എന്നൊക്കെ ആക്കി ഇങ്ങനെ ലൈക്ക് ഇതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ വിചാരിക്കണ്ടോ? സാധാരണ രീതിയിൽ എത്ര മാർക്കാണ് നമുക്ക് കിട്ടിയത് അവിടെ കൊടുത്താൽ മതിയില്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ എവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ OMR ഷീറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്രശ്നം വരുന്നില്ല. മറിച്ച് നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ.
നമുക്ക് ഒരു ദിവസം 3 ഷിഫ്റ്റ് ആണല്ലോ ഉള്ളത്. അതിൽ ഒരു ഷിഫ്റ്റിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, എല്ലാ കുട്ടികൾക്കും ഒരു സബ്ജക്റ്റിനുള്ള എക്സാം നടത്താനില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ പൊളിറ്റിക്കൽ സയൻസ് ആണ് നടത്തുന്നത് വിചാരിച്ചോ. പൊളിറ്റിക്കൽ സയൻസിന് എക്സാം എല്ലാ കുട്ടികൾക്കും ഒരു ഷിഫ്റ്റിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സാം എഴുതാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പല ഷിഫ്റ്റ് ആക്കി നടത്തേണ്ടി വരും. പല ഷിഫ്റ്റ് പല ദിവസങ്ങളിലായിട്ടേക്കും വരാം. അങ്ങനെ നടത്തുമ്പോൾ പല ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടി വരുമല്ലോ. ഇന്നത്തെ ഷിഫ്റ്റിൽ നടത്തി അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അടുത്ത ദിവസത്തെ ഷിഫ്റ്റിൽ നമുക്ക് നടത്താൻ കഴിയില്ലല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പല ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പല ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന സമയത്ത് ചില എക്സാമിനേഷൻ പേപ്പറുകളായിരിക്കും അങ്ങനെ ഡിഫറൻസ് വരും. ഇപ്പം ഞാൻ അതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പൊളിറ്റിക്സിന്റെ എക്സാം ഞാൻ എഴുതുന്നുണ്ട്, അതേപോലെ തന്നെ വിഷ്ണു എഴുതുന്നുണ്ട്. സോ എനിക്ക് ഇന്നാണ് എക്സാം, വിഷ്ണുവിന് നാളെയാണ് എക്സാം. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ലല്ലോ വിഷ്ണുവിന് എന്തായാലും. സോ 250 മാർക്കാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ പേപ്പർ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്തു. വിഷ്ണുവിന്റെ പേപ്പർ ആണെങ്കിൽ കുറച്ച് ടഫ് ആണ്. സ്വാഭാവികമായിട്ടും രണ്ട് പേപ്പർ ഡിഫറെന്റ് ആണ്. അവിടെ എനിക്ക് കിട്ടിയ മാർക്ക് 250-ൽ 200 ആണെന്ന് സപ്പോസ് ഇമാജിൻ ചെയ്യുക. ആൻഡ് വിഷ്ണുവിന് കിട്ടിയത് 250-ൽ 180 മാർക്കാണ് ഇമാജിൻ ചെയ്യുക. ശരിക്കും അവിടെ മാർക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് എനിക്കാണ് കൂടുതലെങ്കിലും അവിടെ ശരിക്കും നല്ല എഫേർട്ട് എടുത്ത് അത്യാവശ്യം നല്ലത് വന്നത് ആർക്കാണ്, വിഷ്ണുവിനാണ്. കാരണം വിഷ്ണു അത്രയും ടഫ് ഉള്ള പേപ്പർ എഴുതിയിട്ടാണ് 250-ൽ 180 സ്കോർ ചെയ്തത്. ഞാൻ സിമ്പിൾ ഉള്ള പേപ്പർ എഴുതിയിട്ടാണ് 250-ൽ 200 സ്കോർ ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും അതൊരു അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, പാർഷ്യാലിറ്റി സംഭവം അല്ല ശരിക്കും. അത് നമ്മളെ ഭാഗ്യത്തിന്റെ ബേസിലാവരുതല്ലോ, ഒന്നും നമ്മളെ മെറിറ്റിന്റെ ബേസിലാവണല്ലോ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നോർമൽ സ്കോർ നമ്മളെ സ്കോർ കാർഡിൽ കൊടുക്കാൻ കഴിയില്ല. അപ്പം NTA എന്ത് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേപ്പറിന്റെ ടഫ്നെസ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ഇതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ എല്ലാ പേപ്പറും ഇപ്പം 10 സെറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ 10 സെറ്റ് എഴുതിയ കുട്ടികൾ ഉണ്ടാവല്ലോ. ആ 10 സെറ്റിനെ നമുക്ക് സിംഗിൾ സ്കെയിലിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമൺ സിസ്റ്റം ഉണ്ടാക്കും, നോർമലൈസ്ഡ് സ്കോർ എന്നാണ് സിസ്റ്റം ഉണ്ടാക്കും. ആ നോർമലൈസ്ഡ് സ്കോർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന NTA സ്കോർ കാർഡിൽ നമ്മൾ കാണുന്നത്. അപ്പം നോർമലൈസ്ഡ് സ്കോർ ആവുമ്പോൾ എല്ലാ ആൾക്കാരും ഒരൊറ്റ സ്കെയിലിലേക്ക് മെഷർ ചെയ്തിട്ടുണ്ടാവും. എക്സാം എഴുതിയപ്പോൾ പൊളിറ്റിക്സ് 4 ഷിഫ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഷിഫ്റ്റിലെ എല്ലാ കുട്ടികളെയും ഒരൊറ്റ സ്കെയിലിലേക്കും നോർമലൈസ്ഡ് സ്കോറിൽ മെഷർ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ആ ഒരു ഭാഗം. അപ്പം അതാണ് നോർമലൈസ്ഡ് സ്കോർ. ഇനി നോർമലൈസ്ഡ് സ്കോർ കണ്ടെത്താനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് പേഴ്സൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ. പേഴ്സൻറ്റേജിനെ കൊണ്ട് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോർമലൈസ്ഡ് സ്കോർ നിങ്ങൾ 250-ന്റെ താഴെ പല നമ്പറിലും കണ്ടിട്ടുണ്ടാവും, ഓക്കെ ആണ്. പക്ഷെ പേഴ്സൻറ്റേജ് നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി 100-ന് താഴത്തുള്ളതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 90 ആണ് നിങ്ങളെ പേഴ്സൻറ്റേജിന് ഇമാജിൻ ചെയ്യാം. ഇപ്പം ഇവിടെ എന്താ സൂര്യനാരായണ് ഹിസ്റ്ററി പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിലെ പേഴ്സൻറ്റേജിൽ 90% ആണെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ആ എക്സാമിൽ ആ ഷിഫ്റ്റ് ഉണ്ടാവില്ല, അതായത് സൂര്യനാരായണ എഴുതിയ എക്സാം എഴുതിയ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാവല്ലോ, അതിൽ എഴുതിയ കുട്ടികളിൽ 90% സൂര്യനാരായണന് പിന്നിലാണ്. അതായത് സൂര്യനാരായണന്റെ മാർക്ക് ഈ 90% കുട്ടികളെക്കാളും മുകളിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും, അവിടുന്ന് വേറെ ഒരു കാര്യം മനസ്സിലാവും, 10% ആൾക്കാർക്കാണ് സൂര്യനാരായണേക്കാളും മാർക്കുള്ളത്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഞാനിങ്ങനെ പ്രിസൈസ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അത് എന്താണ് ഇതിന്റെ സ്കോർ കാർഡിൽ ഉള്ളത് എന്നുള്ളത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഇത് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം, മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം വരുന്നത്. സോ എന്താണ് പേഴ്സൻറ്റേജിൽ നിന്നും അതേപോലെ തന്നെ ഈ നോർമലൈസ്ഡ് സ്കോർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ഇതിൽ നിങ്ങൾ ആക്ച്വൽ മാർക്ക് ഏതിലും ഉണ്ടാവുക, ശരിക്കും ഇതിൽ രണ്ടിലും നമ്മൾ ആക്ച്വൽ മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അതാണല്ലോ ഇതിൽ വരുന്നത്. കാരണം നോർമലൈസ്ഡ് സ്കോർ എന്ന് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് ഈ ഒരു പ്രത്യേക റേഷ്യോയിൽ കൺവേർട്ട് ചെയ്തിട്ടാണല്ലോ നോർമലൈസ്ഡ് സ്കോർ വരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകം നമ്മളെ ശരിക്കും എക്സാം എഴുതി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യല്ലോ, നമ്മൾ വീട്ടിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യല്ലോ. അതിൽ സ്കോർ നമുക്ക് ഇതിൽ കാണാൻ കഴിയാത്തത് ഈ കാരണം കൊണ്ടാണ്. സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതിൽ നമ്മളെ ഈ പറയുന്ന സ്കോർ കാർഡിന്റെ സംഭവത്തിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടോ? ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലോ പറയോ. ഓക്കെ, ഇല്ല, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ്,
നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് 24 ആൾക്കാരുണ്ട്. ഓക്കെ. ആൻഡ് യെസ് അസീബ് പറയുന്നുണ്ട്. ഓക്കെ, യെസ് ആണ്. ആൻഡ് ഇനി അമല യെസ് പറഞ്ഞു. ഓക്കെ ഓക്കെ. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. യെസ് ഓക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി CUT റിസൾട്ട് വന്നു. അപ്പൊ സ്കോർ കണ്ടു, നമ്മൾ സ്കോർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി മുന്നോട്ടേക്കുള്ള എന്താണ് നമ്മൾ നോക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, CUT എക്സാം എന്നുള്ളത് ജസ്റ്റ് NTA നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമാണ്. എന്തെന്ന് പറഞ്ഞത് CUT എക്സാം ആണ്. ഈ CUT എക്സാം എഴുതിയത് കൊണ്ട് മാത്രം, അല്ലെ റിസൾട്ട് വന്നത് കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമുക്കൊരു യൂണിവേഴ്സിറ്റി കിട്ടാനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാനോ ഒന്നും നമുക്ക് കഴിയൂല. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മുടെ CUT എക്സാം അതിന് റിസൾട്ട് വന്നേ. ഇനി നടക്കാൻ പോകുന്ന കാര്യം, ഓരോ യൂണിവേഴ്സിറ്റീസും CUTന്റെ അണ്ടറിലുള്ള ഓരോ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ വിളിക്കും. ഇതിൽ അലിഗറിന്റെ കേസും ജാമ്യന്റെ കേസും സെപ്പറേറ്റ് ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ അല്ലാത്ത ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിൽ ഐ തിങ്ക് 200 അബോവ് സംതിങ് 240 സംതിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇപ്പം. അപ്പം അത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇനി എന്ത് ചെയ്യും, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ വിളിക്കും. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി വേണം, ഹൈദരാബാദ് വേണം, അതേപോലെ തന്നെ പിന്നെ നമുക്ക് മനു വേണം, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വേണം. ഈ 4 യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് വേണ്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓരോ യൂണിവേഴ്സിറ്റിയും സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ വിളിക്കല്ലോ. അപ്പൊ ഞാൻ ഈ സെപ്പറേറ്റ് 4 യൂണിവേഴ്സിറ്റിയിലേക്കും ഞാൻ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ ഉണ്ടാവുക. അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടി വരും. ഫീ മോസ്റ്റ് പ്രോബ്ലി 500 സംതിങ് ആ രീതിയിലാണ് ഉണ്ടാവാറുള്ളത് പല അധിക യൂണിവേഴ്സിറ്റികൾക്കും. സോ അവിടെ നമ്മൾ ഈ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫീ കൊടുക്കണം. അവിടെ നമ്മുടെ ഡോക്യുമെന്റ് കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് അങ്ങനെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം ഈ അപ്ലിക്കേഷന്റെ സ്റ്റേജ് ക്ലോസ് ചെയ്തതിനു ശേഷം പിന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റിന്റെ കയ്യിലും അവിടെ അപ്ലൈ ചെയ്ത കുട്ടികളെ ലിസ്റ്റ് ഉണ്ടാവല്ലോ. ആ സ്കോറുകൾ യൂണിവേഴ്സിറ്റി നോക്കും. നോക്കിയതിനു ശേഷം അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് ഉള്ളത് വെച്ചിട്ട്, എത്ര സീറ്റാണുള്ളത് അത് വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ലിസ്റ്റ് വിടും. അതിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും പല രീതിയിലായിരിക്കും. ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ 3 ലിസ്റ്റേക്ക് ഉണ്ടാവുക, പോണ്ടിച്ചേരിയിൽ ചിലപ്പോൾ 4 എണ്ണമായിരിക്കും. ചില യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് ഫില്ല് ആവുന്നവരെ ലിസ്റ്റുകൾ വിടും. ആൻഡ് ചില യൂണിവേഴ്സിറ്റിയിൽ സ്പോട്ട് അഡ്മിഷൻ വിളിക്കും. അത് ഓരോ ഡിപ്പെൻസ് അപ്പോൾ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാർക്കും കാര്യങ്ങളും അവരെ കയ്യിലുണ്ടാവും. അതിലെ ടോപ്പ് മാർക്ക് വെച്ചിട്ട് സീറ്റും നോക്കിയതിന് ശേഷം അവർ ഓരോ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അതും ഡിപ്പെൻസ് അപ്പോൺ ആണ്. ചില യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ചില യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ എടുത്താൽ മതിയാവും. അത് ആ യൂണിവേഴ്സിറ്റിന്റെ അനുസരിച്ചുണ്ടാവും, ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഇനി നമ്മൾ മുമ്പോട്ടേക്കുള്ള ജേർണിന്റെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞത്. സോ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്. ഓക്കെ, യെസ് ഓക്കെ. അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ജേർണിന്റെ ഒരു ഹോൾ ടോട്ടൽ വരുന്നത്. ഓക്കെ. സോ ഞാൻ റാഫി സാർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ളത്, മറിച്ച് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനാണുള്ളത്. സോ അത് ക്ലിയർ ചെയ്യാം നമുക്ക്. ആൻഡ് ഇനി വേറെ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാകാൻ പോകുന്ന കാര്യം ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ കേസാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് സീസാസ് എന്ന് പറഞ്ഞ പോർട്ടൽ ഉണ്ട്. ആ പോർട്ടൽ ഓപ്പൺ ആകുമ്പം എന്തായാലും നിങ്ങൾ അറിയിക്കും, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. ഓക്കെ. അത് CUT യൂജിന്റെ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ആ പോർട്ടലിൽ കയറിയിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി ആണ്, ഹൈദരാബാദ് ഒരു യൂണിവേഴ്സിറ്റി ആണ്. പക്ഷെ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് അതിൻ്റെ അണ്ടറിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്പിൾ കോളേജസ്, ഒരുപാട് കോളേജുകൾ ചേർന്നതാണല്ലോ ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പം നമുക്ക് അവിടെ ഏത് കോളേജിൽ കിട്ടണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി സീസസ് പോർട്ടലിൽ നമുക്ക് എന്തെല്ലാം കൊടുക്കാണ്ടാവും, നമ്മൾ ഏതെല്ലാം കോളേജിനാണ് പ്രിഫറൻസ് വെക്കുന്നത് കൊടുക്കാണ്ടാവും. പിന്നെ നമുക്ക് ഏതെല്ലാം കോഴ്സുകളാണ് അത് നമ്മൾ പ്രിഫറൻസ് വെക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സെപ്പറേറ്റ് കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള കുറച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമാണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ.
ഇതില് ഡോക്യുമെന്റ്സിന്റെ കേസിൽ ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്തുതരാം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം എല്ലാ സ്ഥലത്തേക്കും ആവശ്യം വരൂല. പക്ഷെ ഇതെല്ലാം കയ്യിലുണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കാം. ഒന്ന് നമ്മളെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് നേറ്റിവിറ്റി ആണ്. അത് രണ്ടും സെപ്പറേറ്റ് തന്നെ ആണ്. പിന്നെ മൂന്നാമത്തേത് നമ്മളെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് ഓക്കെ ഒന്ന് നമ്മളത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്. ഓക്കെ, രണ്ടാമത്തേത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഓക്കെ, മൂന്നാമത്തേത് ഇൻകം സർട്ടിഫിക്കറ്റ്. ഓക്കെ, നാലാമത്തേത് നമ്മളെ NCLന്റെ സർട്ടിഫിക്കറ്റ്. NCL ആണെങ്കിൽ നോൺ ക്രിമിനൽ ഇതിലാണെങ്കിൽ അത്. ആൻഡ് അഞ്ചാമത്തേത് നമ്മളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ആൻഡ് ആറാമത്തേത് നമ്മളെ SLCൻ്റെതാണ്. ആൻഡ് ഏഴാമത്തേത് നമ്മളെ +2 മാർക്ക് ഷീറ്റ് ആണ്. എട്ടാമത്തേത് നമ്മളെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ. നിങ്ങൾ ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനൊക്കെ ഈ വേർഷൻ കൂടി നമ്മളെ കയ്യിലുണ്ടാവും. അതായത് ഡിജിറ്റൽ നമ്മൾ ഒപ്പിട്ട് അത് സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് വെച്ചത് നമ്മളെ കയ്യിലുണ്ടാവണം. ഫോട്ടോഗ്രാഫ് അങ്ങനെ തന്നെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടിന്റെ ഹാർഡ് കോപ്പിക്ക് പുറമെ അതിന്റെ സോഫ്റ്റ് കോപ്പി ഉണ്ടാവണം. അങ്ങനെ നമ്മൾ 8 കാര്യങ്ങൾ പറഞ്ഞു. അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പറഞ്ഞു, സിഗ്നേച്ചർ നമ്മൾ പറഞ്ഞു. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മളെ കയ്യിലുണ്ടാവണം. ഇതിന്റെ കൂടെ നമുക്ക് ആധാർ കാർഡ്, നമ്മളെ ഐഡന്റിറ്റി കാർഡ് എന്നുള്ള രീതിയിൽ നമ്മളെ ആധാർ കാർഡ് നമ്മളെ കയ്യിൽ വേണം. ഡൊമസ്റ്റിക് അല്ല, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അത് ചില സ്ഥലങ്ങൾ നമുക്ക് രണ്ടായിട്ട് കിട്ടലുണ്ട്. ഐ തിങ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് കിട്ടലുണ്ട്. ഇതെല്ലാം നമുക്കില്ല അപ്ലൈ ചെയ്യാൻ വലിയ പണി ഉണ്ടാവില്ല. നമ്മളെ നിയർ ബൈ ആയിട്ടുള്ള ഒരു കഫേയിൽ പോവേ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. പക്ഷെ ഒന്നും കൂടിയും നമുക്ക് വലിയ ചെറിയൊരു ഫീസിലാണ് എനിക്ക് തോന്നുന്നു. അധികം ഫീസ് വരുന്നില്ല എന്നാട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ ഫീസിലാണ് നമുക്ക് എന്ത് ചെയ്യാം, നിയർ ബൈ ആയിട്ടുള്ള കഫേയിൽ പോയിട്ടില്ല ഇത് എല്ലാ സർട്ടിഫിക്കറ്റും നമുക്ക് ഒരേ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ക്രൂഷ്യൽ ആണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ രീതിയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അതായത് സെൻട്രൽ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ. ഒരിക്കലും സ്റ്റേറ്റ് അല്ല. അതായത് സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്, വില്ലേജ് നിന്നാണ്. സെൻട്രലിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്ന താലൂക്ക് നിന്നാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സംഭവം നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ താലൂക്ക് പോയിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. കൃത്യമായിട്ട് പറയാൻ കഴിയണം ആ ഒരു കാര്യം. അപ്പം ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങള്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ആണ് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. ആൻഡ് ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നോക്കാം. സോ മാത്സ് ഹോണേഴ്സിന്റെയും കെമിസ്ട്രി ഹോണേഴ്സും ഫിസിക്സ് ഹോണേഴ്സിന്റെയും പ്രിഫറൻസ് ലിസ്റ്റ് കിട്ടുമോ? ഉദ്ദേശിച്ചത് ഇതാണോ, യൂണിവേഴ്സിറ്റിന്റെ പ്രിഫറൻസ് ലിസ്റ്റ് ആണോ ഉദ്ദേശിച്ചത്? വിഷ്ണു ആണ് ചോദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, വിഷ്ണു അതാണ് ഉദ്ദേശിച്ചത്. ബെസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ലിസ്റ്റ് ആണ് ഉദ്ദേശിച്ചത്, മാത്സിന്റെയും കെമിസ്ട്രിയും ഫിസിക്സ് എല്ലാം. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റിയില് നമുക്കത് കൃത്യമായിട്ട് എപ്പോൾ മനസ്സിലാവും? ഈ ഒന്നെങ്കിൽ സീസാ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാവും ഓരോ കോളേജിലും ഏതെല്ലാം കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതപ്പം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം അവിടുന്ന് എന്ത് മനസ്സിലാക്കാം, ഏതെല്ലാം കോളേജിലാണ് മാത്സ് ഉള്ളത്, ഏതെല്ലാം കോളേജിലാണ് നമ്മളെ ഫിസിക്സ് ഉള്ളത്, കെമിസ്ട്രി ഉള്ളത് എന്നൊക്കെ. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ എപ്പോഴും ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡൽഹിന്റെ നോർത്ത് ക്യാമ്പസിലുള്ള കോളേജസിനാണ്. അതായത് ഹിന്ദു കോളേജ്, മിറാണ്ട, അതേപോലെ തന്നെ സെന്റ് സ്റ്റീഫന്, പിന്നെ രാംജാസ്, പിന്നെ അങ്ങനത്തെ, പിന്നെ കൊമേഴ്സിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഇങ്ങനത്തെ കോളേജസിനാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവിടെയാണ് നല്ല രീതിയിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എന്നാണ് എല്ലാ യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ തുറക്കുക? അത് എല്ലാം ഒരേ സമയത്തായിരിക്കില്ല, ഡിഫറെന്റ് സമയത്തായിരിക്കും തുറക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് അറിയാൻ കഴിയും. അത് പോളിഗ്രാഡ് നിങ്ങളെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലും ഹെൽപ്പ് ഡെസ്കിലും എല്ലാം ഉണ്ടാവില്ല. സോ അത് കൃത്യമായിട്ട് അറിയിക്കും. ഡൊമസ്റ്റിക്കിന്റെ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. BA പൊളിറ്റിക്കൽ സയൻസ് കോളേജിന് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പേരിൽ തന്നെ കൃത്യമായിട്ട് എക്സ്പെക്റ്റഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്താണെന്നുള്ളത് അത് ഡിപ്പെൻസ് അപ്പോൺ കോളേജാണ്. കോളേജിനും അത് ഇപ്പോഴും പറയാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ വിറ്റ്. അതായത് എന്താ പറയാ, ഇപ്പം നമ്മൾ ഈ കോളേജിലെ ആൾക്കാരോട് നിങ്ങൾ പൊളിറ്റിക്സിന് എത്രയാണ് കട്ട് ഓഫ് വെക്കുന്നത് ചോദിക്കും, ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഈ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് നടക്കണം, ഈ പറയുന്ന അപ്ലിക്കേഷൻ കഴിയണം. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം കട്ട് ഓഫ് വെക്കുന്നത് ഒരു
250 പൊളിറ്റിക്കൽ സയൻസിന്റെ ടോട്ടൽ ഇതില്. അതില് പൊളിറ്റിക്സ് മാത്രം നോക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കട്ട് ഓഫ് 200 വെക്കാണെന്ന് വിചാരിച്ചോ. 200ന്റെ താഴെ എല്ലാവർക്കൊന്നുമില്ല, 200ന്റെ മുകളിൽ എല്ലാവർക്കൊക്കെ ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന വിചാരിക്കാം. ഇൻ കേസ് ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും 200ന്റെ താഴത്താണ് മാർക്കെങ്കിൽ അവിടെ കാര്യമല്ലല്ലോ. ലൈക്ക് അങ്ങനെ കട്ട് ഓഫ് വെക്കുന്നതിന് കാര്യമല്ലല്ലോ. അപ്പം അപ്ലിക്കേഷൻ കഴിഞ്ഞാലാണ് കട്ട് ഓഫ് വരുള്ളൂ. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഫസ്റ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ട്രെൻഡ് മനസ്സിലാവും, ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഓരോ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് ലിസ്റ്റ് വന്നാൽ മതിയോ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി സോഷ്യോളജിന്റെ കട്ട് ഓഫ് ഫോർ OBC, ലൈക്ക് അഗൈൻ ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നമുക്കത് അപ്ലിക്കേഷന്റെ ഒരു സംഭവം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്ന് പറഞ്ഞത് സാധാരണ രീതിയിൽ എന്താ പറയാ, 2 വർഷം മുമ്പെല്ലാം അവിടെ ഹിസ്റ്ററി പോലുള്ള കോഴ്സിനെല്ലാം 200-ല് 125 എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കയറാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഓരോ വർഷവും മാറും. അതേപോലെ തന്നെ ഇതില് നമ്മളെ അപ്ലിക്കേഷൻ അതനുസരിച്ചിട്ടും ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ BA പൊളിറ്റിക്കൽ സയൻസിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രധാനപ്പെട്ട കോളേജസ് ഉണ്ട്, അതെല്ലാം അടിപൊളിയാണ്. അലിഗർ നൈസ് ആണ്, പിന്നെ ജാമ്യ അതേപോലെ ഓക്കെ ആണ്. പക്ഷെ ജാമ്യനേക്കാളും ഐ പ്രിഫർ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ടോപ്പ് കോളേജസ് കിട്ടുകയാണെങ്കിൽ അതൊന്നും കൂടി നല്ലതായിരിക്കും. ഓക്കെ. ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ട് അനുസരിച്ചല്ല കോർ പേപ്പർ നമ്മൾ CUT എഴുതിയിട്ടില്ല എന്നുള്ള സിറ്റുവേഷനിൽ ആ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഇപ്പോൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളെ ഇതിന്റെ പോളിഗ്രാഡിന്റെ ഗ്രൂപ്പില് ഇത് കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നമ്മൾ ഓരോ പേപ്പർ, അതായത് ഓരോ സബ്ജക്റ്റിനുള്ള ക്രൈറ്റീരിയാസ് ഏതെല്ലാം പേപ്പറാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത്. സോ അവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അതിനായിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ഇനി അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മിനിമം 4 പേപ്പർ എഴുതാനല്ലോ, നമ്മൾ 3 പേപ്പർ അല്ലെ 2 പേപ്പറാണ് എഴുതിയിട്ടുള്ളെങ്കിൽ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നതിന് എന്തില്ല കാര്യമില്ല. ഓക്കെ സർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഒരു 3 കോഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതിനാണ് എന്തായാലും ഒന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കോഴ്സ് പൊളിറ്റിക്കൽ സയൻസ് അല്ലായിരുന്നു, അത് ഇന്റർനാഷണൽ റിലേഷൻ ആണ്. ഇന്ത്യയിൽ ഇന്റർനാഷണൽ റിലേഷൻ ഉള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി, അതായത് ഡിഗ്രി ലെവലില് BA ലെവലില് അതുള്ളത് ഒരേ ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയാണ്. ഓക്കെ. എല്ലാം കഴിഞ്ഞ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്യാം? അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചാണ്. ജാമ്യയില് ജൂലൈ 15 ഒക്കെ ആയിരിക്കും, അലിഗറിൽ അത് മേ ബി ഓഗസ്റ്റ് ആയിരിക്കും. എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു സെപ്റ്റംബറിന്റെ ഒക്കെ മുമ്പായിട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഓഗസ്റ്റിൽ തന്നെ അധിക യൂണിവേഴ്സിറ്റി, ഒരു 90% യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യലുണ്ട്. അപ്പോത്തിന് പെട്ടെന്ന് ലിസ്റ്റും കാര്യങ്ങളും വരലുണ്ട്. പക്ഷെ അത് ലേറ്റ് ആകുമ്പോൾ, CUT എക്സാം ലേറ്റ് ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി ലേറ്റ് ആയി വരും. ഇപ്പം ആപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പം ജൂൺ ആയിട്ടേ ഉള്ളൂ. അഗൈൻ ജൂലൈ ഓഗസ്റ്റ് ആ 2 മാസം നമ്മൾ മുമ്പിലുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം ഒന്ന് സ്പീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹൈദരാബാദിൽ സോഷ്യോളജിക്ക് വേറെയും സോഷ്യോളജിന്റെ മാർക്കാണോ കൺസിഡർ ചെയ്യുന്നത്, ഓർ ഇംഗ്ലീഷും ഗേറ്റും കൺസിഡർ ചെയ്യുന്നുണ്ടോ? അതെന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിന്റെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും, നമുക്ക് അവിടെ സോഷ്യോളജി എക്സാമിൽ അവിടെ സോഷ്യോളജിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഏതെല്ലാം പേപ്പർ ആയിരിക്കണം എഴുതേണ്ടിയിരിക്കുന്നതെന്നുണ്ട്. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് അവിടെ തോന്നുന്നത് ജനറൽ പേപ്പർ ഇംഗ്ലീഷ്. ജനറൽ ഓക്കെ, ജനറൽ പേപ്പർ ഇംഗ്ലീഷ് ആണ് ആവശ്യമുള്ളത്. സോ അത് രണ്ടുമാണ് നമ്മൾ അവിടെ. അതിൽ തന്നെ ഒരു പേപ്പർ ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നു അവിടെ നമ്മളെ ജസ്റ്റ് ക്വാളിഫൈങ് പേപ്പർ ആണ് തോന്നുന്നു ഈ 2 പേപ്പറിൽ. സോ അവിടെ സോഷ്യോളജിന്റെ മാർക്ക് എന്തില്ല, പ്രസക്തി ഇല്ല. BA ഓണേഴ്സ് ആൻഡ് ആർക്കിയോളജി ബെറ്റർ യൂണിവേഴ്സിറ്റി ഏതാണ്? ഹിസ്റ്ററിക്ക് നല്ല യൂണിവേഴ്സിറ്റി ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് ഹൈദരാബാദ് നല്ല യൂണിവേഴ്സിറ്റിയാണ്. അലിഗറിലും ഇർഫാൻ ഹബീബ് സാറെ പോലുള്ള അത്യാവശ്യം നല്ല പ്രമുഖരായിട്ടുള്ള പ്രൊഫസേഴ്സ് ഉണ്ട് ഹൈദരാബാദിലും. ഈ 2 യൂണിവേഴ്സിറ്റി എല്ലാം നല്ല യൂണിവേഴ്സിറ്റിയാണ് ഹിസ്റ്ററിന്റെ കേസിൽ. പിന്നെ DU സൗത്ത് ക്യാമ്പസ് വേർത്ത് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സൗത്ത് ക്യാമ്പസിൽ നല്ല കോളേജസ് വരുന്നുണ്ട്, കിരോറി മാല്, അതേപോലെ തന്നെ
പിന്നെ സാക്കിർ ഹുസൈനൊക്കെ ഒരു ഓഫ് ക്യാമ്പസ് ആയിട്ടാണ് വരുന്നത്. സ്റ്റിൽ അതൊരു സൗത്ത് സൈഡിൽ തന്നെയാണ് അത് വരുന്നത്. അത്യാവശ്യം അങ്ങനെ കോളേജസ് എന്ത് ചെയ്യുന്നുണ്ട്, താഴത്ത് സത്യാവധി കോളേജൊക്കെ സൗത്തിൽ വരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് കോളേജിനൊക്കെ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ അതിലെന്നും ടോപ്പിൽ വരുന്നത്, അത് NARFന്റെ ആണെങ്കിലും എല്ലാത്തിനും ടോപ്പിൽ വരുന്നത് DUന്റെ നോർത്തിലുള്ള ക്യാമ്പസുകളാണ്. സെന്റ് സ്റ്റീഫൻ, ഹിന്ദു, മിറാണ്ട പോലുള്ള ക്യാമ്പസുകളാണ് വരാറുള്ളത്. ഓക്കെ. ജാമ്യന്റെ എൻട്രൻസ് റിസൾട്ട് എപ്പോഴാണ് വരിക? ബികോമിൻ്റെത് ജാമ്യന്റെ എൻട്രൻസ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ജാമ്യയിലൊക്കെ വെച്ച് നടന്ന എൻട്രൻസിന്റെ റിസൾട്ടുകളാണ് വന്നു തുടങ്ങുന്നത്. മിനിമം ഒരു മാസം എടുക്കുന്നതാണല്ലോ പ്രോസ്പെക്ടസിലൊക്കെ ഉള്ളത്. സോ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ജൂൺ സ്റ്റാർട്ടിങ്ങിലാണ്, അല്ലെ അതായത് മെയ് ലാസ്റ്റ് ജൂൺ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നടന്ന എക്സാംസിന്റെ ഒക്കെ നാട്ടിൽ വെച്ച് എക്സാംസുകൾ നടന്നത്. അതായത് ഹിസ്റ്ററി, അതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ അതേപോലെ തന്നെ എക്കണോമിക്സ്, BCom, BBA. സോ ഇതിന്റെ എല്ലാം മിനിമം 1 മന്ത് അറിയുമ്പോൾ ജൂൺ കയ്യിലുണ്ടാവും വരണമെങ്കിൽ. എങ്ങാനും അത് വാല്യൂഷൻ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വരാം. പക്ഷെ മിനിമം എന്തായാലും ഈ ഒരു സമയം എടുക്കും. പിന്നെ വരുന്ന റിസൾട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ പോളിഗ്രാഡിന്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിലും കാര്യങ്ങളിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പോണ്ടിച്ചേരിയിൽ പൊളിറ്റിക്സിന്റെ കട്ട് ഓഫ് എത്രയാണ്? ഞാൻ കട്ട് ഓഫിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു കാര്യമാണ്, അപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് വരാറുള്ളത്. കമ്പാരിറ്റീവ്ലി പൊളിറ്റിക്കൽ സയൻസിന് പോണ്ടിച്ചേരിയില് ഹൈദരാബാദിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും DUലെ നോർത്ത് ക്യാമ്പസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കട്ട് ഓഫ് കുറയാറുണ്ട് പോണ്ടിച്ചേരിയില്. പിന്നെ ഗുരു കാസിനാഥ് ബിലാസ്പൂർ ഒന്ന് പറയോ? ആ ഒരു യൂണിവേഴ്സിറ്റി ആക്ച്വലി എനിക്ക് അത്ര അങ്ങോട്ട് ഇൻഡെപ്ത് അറിയില്ല യൂണിവേഴ്സിറ്റിനെ. ഞാൻ നമ്മളെ പോളിഗ്രാഡിന്റെ ഗ്രൂപ്പിൽ നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഡ്മിൻസ് ആരായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കോണ്ടാക്ട് നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാൻ കഴിയും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്കാം. എന്തായാലും നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് കണക്ട് ചെയ്താൽ മതി. യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസ് വെച്ചിട്ട് ക്വാളിഫയിങ് പേപ്പർ മാത്രം ഇത്ര പെർസെൻറ്റേജ് കിട്ടിയാൽ മതി എന്നാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. കോർ പേപ്പറിനെ പറ്റി പറയുന്നില്ല പോയോ? അതായത് എലിജിബിലിറ്റി പേപ്പറിൽ ഇപ്പം അതെനിക്ക് തോന്നുന്ന SCOന്റെ കേസിലേക്ക് അത് വരുന്നുണ്ടാവുക. അവിടെ 2 പേപ്പറിൽ ഒന്ന് ക്വാളിഫയിങ് പേപ്പറാണ്, മറ്റേത് എന്താ പറയുക നമ്മളെ ഈ മാർക്ക് നോക്കുന്ന പേപ്പറാണ്, കോർ പേപ്പറാണ്. സോ എലിജിബിലിറ്റി പേപ്പറിൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഒരു 40% ആണ് എലിജിബിലിറ്റി പറഞ്ഞെങ്കിൽ നമ്മൾ ആ 40% കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എലിജിബിൾ ആവും. അതായത് നമ്മൾ അടുത്ത പേപ്പറും ചെക്ക് ചെയ്യും. പക്ഷെ കോർ പേപ്പറിന്റെ ഇത് വെച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഔട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ സാർ, NCL സർട്ടിഫിക്കറ്റ് എത്ര നാൾ മുമ്പ് എടുത്തതായിരിക്കണം? ഇതില് എത്ര നാളിന്റെ കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, DUക്ക് ഒരു സംഭവം ഉണ്ടാവലുണ്ട്, നമുക്ക് ഒരു 6 മാസം മുമ്പുള്ളതോ അല്ലെങ്കിൽ അതായത് 6 മാസത്തിന്റെ ഉള്ളിൽ എടുത്തതായിരിക്കണം എന്നുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്നെങ്കിൽ ഈ സീസാസ് പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വരാണെങ്കിൽ അതെന്തായാലും ഗ്രൂപ്പിൽ നമുക്ക് അറിയിക്കാം. ആൻഡ് സാധാരണ രീതിയിൽ ഇത് ചില യൂണിവേഴ്സിറ്റീസ് മാത്രം ഒന്ന് ഇങ്ങനെ ആക്കുന്നതാണ്. ഒന്ന് അവരെ പ്രൊസീജിയേഴ്സ് ഒന്ന് എന്ത് ചെയ്യുന്നതാണ്, കുറച്ചൊന്ന് കട്ടി കൂട്ടാന്ന് നമ്മൾ പറയില്ല, അതാക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കാലാവധി തീരുന്നവരെ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. ചില സർട്ടിഫിക്കറ്റ് 3 വർഷമുള്ളതുണ്ട്, ചിലത് 1 ഇയർ ആണ്. ഇപ്പം ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ I think 1 ഇയർ ആണ്, ചിലത് ലൈഫ് ലോങ് ആണ്. അതായത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് കാസ്റ്റ് എങ്ങാനാണ് ലൈഫ് ലോങ് ആണ് തോന്നുന്നത്. സോ വാട്ട് അബൌട്ട് എക്കണോമിക്സ്? എക്കണോമിക്സ് എങ്ങനെയാ ഉദ്ദേശിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ. BA and BSc സൈക്കോളജി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യാമോ? BA BSc സൈക്കോളജിക്ക് റൈനോ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളുള്ളത്. അതായത് മേജർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതൊന്ന് ജാമ്യ ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഓക്കെയാണ്, അടിപൊളിയാണ്. പിന്നെ ഹൈദരാബാദില് ലൈക്ക് ഇപ്പം എക്സ്പോഷർ കാര്യമായിട്ട് കുറച്ച് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ റിയാലിറ്റി നമുക്ക് അവിടുത്തെ കണക്ട് ചെയ്താൽ കൃത്യമായിട്ട് ഐഡിയ കിട്ടും. സോ പിന്നെ നമുക്ക് സൈക്കോളജി ആണെങ്കിൽ DUല് ചില കോളേജസ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. പൊളിറ്റിക്സിന് HCU ഓർ PU ഏതാ നല്ലതെന്ന്, ഈ 2 ഏതാ നല്ലതെന്ന് ചോദിക്കുകയാണെങ്കിൽ HCU ആണ് കമ്പാരിറ്റീവ്ലി നല്ലത്. പിന്നെ
വൺ മിനിറ്റ്, അതായത് ഈ പൊളിറ്റിക്സിന്റെ കേസിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ എച്ച് സി ഓർ പി യുന്റെ ഇതില് ഇത് നമുക്കൊരു യൂണിവേഴ്സിറ്റി നല്ലതെന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങള് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കുമ്പോഴല്ല, അവിടുത്തെ പ്രൊഫസേഴ്സ് അതിലെ വലിയ ഫാക്ടേഴ്സ് ആണ്. സോ ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലെല്ലാം ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഫസേഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അലിക്കടുത്ത കേസിലാണ്, നേരത്തെ ഹിസ്റ്ററിന്റെ കേസ് പറഞ്ഞല്ലോ, അവിടെ ഇർഫാൻ ഹബീബ് സാറ് പറഞ്ഞ അവരെ ഒരു നല്ല മീൻസ് അങ്ങനത്തെ കുറച്ച് നല്ല പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്ന ഒരു സുവർണ കാലഘട്ടം അലിഗറിന് ഉണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടം ഇപ്പം മെല്ലെ മെല്ലെ അതായത് മാറി വരും, സാഹചര്യങ്ങൾ എന്തായാലും മാറി വരും. അപ്പം ഒരു വർഷം മുമ്പ് വരെ, അതായത് ഇപ്പത്തെ കറന്റ് സിറ്റുവേഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ആയിട്ട് കണക്ട് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അവിടുത്തെ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് കണക്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അതായത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള കോണ്ടാക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളെ എന്താ പറയാ ഹെൽപ്പ് ഡെസ്കിൽ നമ്മളെ പോളിഗ്രാഡിന്റെ ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്ത് തരാൻ കഴിയും. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി നല്ല കുട്ടികളെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ നമുക്ക് കഴിയും. അത് കാരണം ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ നോക്കുന്നതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത്. എച്ച് സി ആണോ പി ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിലുള്ള അതാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു ബയാസിലും കൂടി പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുതില്ല ഒരിക്കലും. അപ്പം ആ സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇപ്പം ഞാൻ ജാമ്യയിൽ പഠിക്കുന്ന സമയത്ത് ജാമ്യയിലെ പൊളിറ്റിക്സ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. പക്ഷെ മറ്റു യൂണിവേഴ്സിറ്റിനെ ഞാൻ അവിടെ പഠിക്കാത്ത കാലത്തോളം ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാന്നുള്ളത് ലൈക്ക് അതൊരു എഫക്റ്റീവ് ആവില്ല ഒരിക്കലും. ബികോം ഏത് യൂണിവേഴ്സിറ്റി ആണ് നല്ലത്? ബികോമിന് ജാമ്യ നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ കമ്പാരിറ്റീവ്ലി കൊമേഴ്സ് റിലേറ്റഡ് ആയതിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജ് വരുന്നുണ്ട്. അത് സീസ സ്പോട്ടിൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് കാണാൻ കഴിയും. അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള കോളേജാണ്. ആ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, അതാണ് ഞാൻ പറയാത്തത്. സോ അതാണ് ഏറ്റവും നല്ല പ്രിഫറൻസ് കൊടുത്ത് ചെയ്യേണ്ടത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻസ് ഏതാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിയില്ല എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല, അത് ഏകദേശം ഒരു ഉറപ്പാണ്. കാരണം 48 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാലും കിട്ടും, അത് ഏകദേശം ഒരു ഉറപ്പാണ്, ഒരു 90% ഉറപ്പാണ്. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഒന്നും നിങ്ങൾക്ക് എന്താ പറയാ കിട്ടിയിട്ടില്ല, ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓക്കെയും അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉള്ളത് നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അസിം പ്രേംജി പോലുള്ള അല്ലെങ്കിൽ അമിറ്റി പോലുള്ള പിന്നെ LPU പോലുള്ള അങ്ങനത്തെ നല്ല ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങൾ അത് വരുന്നുണ്ട്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ട്രാൻസ്ഫർ ആവേണ്ട ടൈം ആൻഡ് പ്രൊസീജിയർ ഒന്ന് പറയാമോ? ആവുന്നതിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു സെൻട്രൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ആവുന്നതാണ് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ 1 ഇയർ നിന്നിട്ട് സെക്കൻഡ് ഇയറിലൊക്കെ മാറുന്നതാണോ ഉദ്ദേശിച്ചത്? ഇപ്പം ജാമ്യയിലെല്ലാം പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ സംഭവം. അതായത് നമ്മളിപ്പം നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഒരു 1 ഇയർ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലിപ്പം എക്കണോമിക്സ് 1 ഇയർ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ഒരു തേർഡ് ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജാമ്യയിലേക്ക് എൻട്രൻസ് ചെയ്തിട്ട് ജാമ്യയിൽ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ലാറ്ററൽ എൻട്രി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്ത് വന്നിട്ടുണ്ട്, ജാമ്യയിലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അത് NEP-ന്റെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂണിവേഴ്സിറ്റി വൈസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. BBA-ക്ക് GK ത്രൂ കയറാൻ പറ്റിയ നല്ല യൂണിവേഴ്സിറ്റി ഏതാണ്? അത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത്. അത് എങ്ങനെയാണെന്ന് ഇൻ ദ സെൻസ് അറിയുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റീസിന് ക്രൈറ്റീരിയ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആ യൂണിവേഴ്സിറ്റിയിൽ ഓരോ യൂണിവേഴ്സിറ്റി, അതായത് BBA ഉള്ള ഓരോ യൂണിവേഴ്സിറ്റി ഉണ്ടാവല്ലോ, ആ യൂണിവേഴ്സിറ്റി നോക്കുക, ആ യൂണിവേഴ്സിറ്റിന്റെ പ്രോസ്പെക്ടസിൽ BBA-ക്ക് എന്ത് ക്രൈറ്റീരിയ ആണ് പറഞ്ഞു തന്നിട്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ബികോം നല്ലതാണോ? ആൻഡ് അഗൈൻ ആ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇങ്ങനെ പറയുന്നതിനേക്കാളും, അതായത് എനിക്ക് അറിയാത്തത് ഞാൻ ജസ്റ്റ് എന്താ പറയാ അത് ഓക്കെയാണ്, നല്ലതാണ്, അടിപൊളിയാണ് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പോണ്ടിച്ചേരിത്തെ കോണ്ടാക്ട്സ് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ കഴിയും. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രസ്റ്റീജ് ആൻഡ് എക്സ്പോഷർ നോക്കണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അക്കാഡമിക്സ് എക്സ്പോഷർ നോക്കണം. ഈ രണ്ട് കേസിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻസ് അപ്പോൺ ആണ്. അതായത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചിട്ട് എക്സ്പോഷറും മറ്റ് കാര്യങ്ങളും കിട്ടണമെങ്കിൽ അത് കുറച്ചും കൂടി ഒരു സിറ്റി ബേസ്ഡ് ആയിരിക്കണം. സിറ്റി ബേസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള്
ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലിഗർ കുറച്ചുകൂടി റിമോട്ട് ഏരിയയിലാണുള്ളത്, ജാമ്യ കുറച്ചും കൂടി സിറ്റി ഏരിയയിലുള്ളത്. സോ രണ്ട് സ്ഥലത്ത് നമുക്ക് എക്സ്പോഷർ തന്നെയാണ് കിട്ടുന്നത്, പക്ഷെ ആ എക്സ്പോഷർ വേരിയഡ് ആയിരിക്കും. അത് നമ്മളാണ് എഴുതുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടിയും ഒരു സോഷ്യൽ വർക്ക്, ഒരു വില്ലേജ് ലൈഫ്, ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് അലിഗർ ചൂസ് ചെയ്യാം. കാരണം അലിഗറിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. മറിച്ച് നമ്മൾ കുറച്ചും കൂടിയും ഒരു ഇന്റർനാഷണൽ കോൺഫറൻസസ്, ഇങ്ങനത്തെ കുറച്ചുകൂടി ഹൈലി കാര്യങ്ങളാണ് നോക്കുന്നെങ്കിൽ നമ്മൾ ജാമ്യ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജാമ്യന്റെ ആ ഭാഗത്തുള്ള എക്സ്പോഷർ അതിന് പറ്റുന്ന എക്സ്പോഷർ ആയിരിക്കും. സോ അതാണ് എക്സ്പോഷറിന്റെ കേസ്. ഇനി അക്കാഡമിക്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അക്കാഡമിക്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു റിയാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ അക്കാഡമിക്സിലെ ഒരു ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഒരു 100% മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു 30-40% ആണ് നമ്മളെ യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, അതായത് പ്രത്യേകിച്ച് ഫാക്കൽറ്റിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ അതായിരിക്കും. ബാക്കിയുള്ളത് നമ്മൾ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് അനുസരിച്ചിരിക്കും. നമ്മൾ ആ ഒരു സ്പേസിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. അവിടെ നമുക്ക് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാം, സ്റ്റാർട്ടപ്സ് തുടങ്ങാം, ക്രിയേറ്റീവ് ആയുള്ള കാര്യങ്ങൾ ചെയ്യാം, ക്രിയേറ്റീവ് ആയ കാര്യങ്ങളിൽ പങ്കെടുക്കാം, പല നല്ല നല്ല കമ്മ്യൂണിറ്റീസിന്റെ ഭാഗമാവാം, ആൻഡ് നല്ല നല്ല എന്താ പറയാ സർക്കിൾസിന്റെ, സ്റ്റഡി സർക്കിൾസിന്റെ ഭാഗങ്ങളാവാം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരിക്കലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ശൈലിയേ അല്ല. അവിടെ നമുക്കൊരു 30% ആയിരിക്കും നമുക്ക് എന്തുണ്ടാവുക, ഈ പറഞ്ഞ ഫാക്കൽറ്റി അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ. ബാക്കി നമ്മൾ അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതിനനുസരിച്ചിരിക്കും ഉണ്ടാവുക. ജാമ്യ എത്ര അലോട്ട്മെന്റ് ലിസ്റ്റ് ഉണ്ടാവും? ഇൻ ബിറ്റ്വീൻ ദ ടൈം ഗ്യാപ്പ് ഒന്ന് പറയാമോ? ജാമ്യയില് ഫസ്റ്റ് ലിസ്റ്റ് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മാസം ആ ഒരു സമയമായിരിക്കും ഉണ്ടാവുക. പിന്നെ എത്ര അലോട്ട്മെന്റ് ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്താണ്. ചില സമയത്ത് 10 അലോട്ട്മെന്റ് വരുന്നുണ്ട്, ചിലപ്പോൾ 3 വിളിച്ചതിന് ശേഷം 4ാമത്തെ എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പോട്ട് വിളിച്ചിട്ടുണ്ടാവും, സ്പോട്ട് രജിസ്ട്രേഷൻ വിളിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. അത് ഓരോ ഒന്നാമത് സീറ്റ് ഫില്ല് ആവുന്നതിനനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാവുക. ഇപ്പൊ ആദ്യത്തെ 2 ലിസ്റ്റിൽ തന്നെ സീറ്റ് ഫില്ല് ആയി കഴിഞ്ഞാൽ 3ാമത്തെ ലിസ്റ്റ് ഇല്ലല്ലോ. ചിലപ്പം 5ഉം 6ഉം വിളിച്ചാൽ ചിലപ്പോൾ സീറ്റ് ഫില്ല് ആയില്ലാന്ന് വരും, അപ്പം 7ാമത്തത് വിളിച്ചെന്ന് വരും. അതാണത്. പിന്നെ ഇതിന്റെ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്, ജാമ്യയിലെ ടൈം ഗ്യാപ്പ് പറയുമ്പോൾ നമ്മൾ ഒരു ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് ജാമ്യയിൽ വന്ന് അഡ്മിഷൻ എടുക്കണം. അതിന് മിനിമം ഒരാഴ്ച സമയം ഉണ്ടാവും, കാരണം ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട്. അപ്പം ആ ഒരു മിനിമം ഒരു 1 week to 10 days, 7 to 10 days അങ്ങനെ കണക്ക് കൂട്ടാം നമുക്ക്. ആൻഡ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ BSc ലൈഫ് സയൻസ് എങ്ങനെയാണ്? ഐ തിങ്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പല ആൾക്കാരും നോക്കുന്നുണ്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് സെഷൻ റാഫി സാർ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സാർ നമുക്ക് ആ ഒരു എല്ലാ സെഷൻ തന്നെ യൂണിവേഴ്സിറ്റിയും നമുക്ക് നമ്മൾ സെപ്പറേറ്റ് പ്ലാൻ ആയിട്ട് ചെയ്യുന്നുണ്ട്. വെക്കുന്നതായിരിക്കും, എല്ലാം കൊണ്ട് എല്ലാ യൂണിവേഴ്സിറ്റി നല്ല. ഉണ്ടാവും. യെസ് യെസ് എല്ലാ യെസ്. യൂണിവേഴ്സിറ്റിയുടെ ഓക്കെ, സെഷനുകൾ അടിപൊളി. സോ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷ വാർത്തയാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റികളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് അറിയാനുള്ളത്. ആൻഡ് പിന്നെ HNB ഗർഹവാൾ യൂണിവേഴ്സിറ്റി ചൗറസ് നല്ലതാണോ? ഐ തിങ്ക് അത് നമ്മളെ ഉത്തരാഖണ്ഡിലാണ് ആ യൂണിവേഴ്സിറ്റി വരുന്നത്. അവിടെ മലയാളി കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ട്, നല്ല മലയാളീസ് കാര്യങ്ങളുണ്ട്. ബട്ട് യൂണിവേഴ്സിറ്റിന്റെ എന്താ പറയാ റാങ്കിങ് കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ബാക്കോട്ട് ആണുള്ളത്. നിങ്ങൾ കുറച്ചും കൂടിയും എന്താ പറയാ അക്കാഡമിക് ലൈഫിന് അപ്പുറത്തേക്ക് ഒരു എക്സ്പോഷർ, ട്രാവലിംഗ് ലൈഫൊക്കെ ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല അടിപൊളി യൂണിവേഴ്സിറ്റി ആണ്. ഒരു കുറച്ചുകൂടി റിസോർട്ട് മോഡ് വൈബൊക്കെ ഉള്ള ഒരു കുന്നിൻ തായ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വർഷത്തിന്റെ മുക്കാൽ എന്താ പറയാ സമയത്തോളം നല്ല മഞ്ഞും അതേപോലെ ഫോഗ് കാര്യത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള യൂണിവേഴ്സിറ്റി. ലൈക്ക് നമ്മളൊക്കെ ഡൽഹിയിലെല്ലാം പഠിക്കുന്ന ആൾക്കാര് പല സമയത്തും ട്രിപ്പായിട്ട് വരെ പോകാൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം, അങ്ങനെ നല്ല ഇൻവൈറ്റ് ചെയ്യാം. നമ്മളിപ്പം പറയല്ലോ വയനാട് പോകുന്ന സമയത്ത് ലക്കിടി ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെയാണ് പല സ്ഥലത്തേക്കും പോകുമ്പോൾ ഒരു ബേസും കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി അറിയുന്നത്. ആൻഡ് ACC നല്ലൊരു അതും ഒന്നുകൂടി ക്ലിയർ ആക്കുക, കോഴ്സാണ് ഉദ്ദേശിച്ചത് ACCA ആയിരിക്കുന്നു വിചാരിക്കുകയാണ്. 238 സ്കോർ പുതുച്ചേരി BTech ECE കിട്ടുമോ? പുതുച്ചേരിയിലെ ഈ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് പല യൂണിവേഴ്സിറ്റിയിലും ഡിഫറെന്റ് ആയിരിക്കും. അത് CUT അണ്ടറിലാവാനുള്ള ചാൻസ് മേ ബി കുറവായിരിക്കും. എനിക്ക് തോന്നുന്നു 1-2 സ്ഥലങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയുള്ളടത്തൊക്കെ JEE കാര്യങ്ങളാണല്ലോ. അപ്പം അതെന്തായാലും ആ ഒരു യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആയിട്ടുള്ളതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. റെക്കോർഡിംഗ് ഉണ്ടാവും, എനിക്ക് ക്ലിയർ ഉണ്ടാവുമോ? യെസ്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയോ? ഓക്കെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പറയുമ്പോൾ നമ്മളെ കേരളത്തിലുള്ള കുറച്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ
കറക്റ്റ് വന്ന് ശ്രീനാരായണ ഗുരു ആ ഒരു യൂണിവേഴ്സിറ്റി ഐ തിങ്ക് CUT അണ്ടറിലാണ്. കേരളത്തിലെ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം നമ്മൾ അധികം ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ കേരള യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്താ ചെയ്യുന്നത്, നമ്മളെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ബേസ്ഡ് നമ്മളെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതാണ്. പിന്നെ JMI ലാറ്ററൽ എൻട്രി ക്രൈറ്റീരിയ, JMI ലാറ്ററൽ എൻട്രിയിലെ ക്രൈറ്റീരിയ നമ്മൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യണം, വേറെ നമുക്കൊരു വയ്യുമില്ല. അതും കമ്പാരിറ്റീവ്ലി ഈ വർഷത്തെ ലാറ്ററൽ എൻട്രിയിലൊക്കെ നല്ല സീറ്റ് കുറവാണ്, അതും എല്ലാ കോഴ്സിനും അത് വന്നിട്ടുമില്ല. JMIയിൽ സ്പോട്ട് അഡ്മിഷന് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കല്ലേ പറ്റുള്ളൂ. അങ്ങനല്ല, JMIയിൽ സ്പോട്ട് അഡ്മിഷന് അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നിശ്ചിത മാർക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് നമ്മളെ സംഭവം അത് പുറത്ത് പറയുന്നില്ലെങ്കിലും ജാമ്യന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ട്. സ്പോട്ടിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായാൽ മതി, ജാമ്യന്റെ ഒരു ബേസിക് ക്വാളിഫൈങ് മാർക്ക് ഉണ്ടാവും. അത് മേ ബി 100-ൽ 20 to 30 ബിറ്റ്വീൻ ഒക്കെ ഉണ്ടാവില്ല തോന്നുന്നത്. അത് കഴിഞ്ഞവർക്ക് തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, ജാമ്യക്ക് സ്പോട്ട് വിളിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാമ്യയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ജാമ്യയിൽ അപ്ലൈ ചെയ്തവരായിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് സ്പോട്ടിന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ജാമ്യയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു പോർട്ടലിൽ കയറി നമ്മൾ അതിർത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്പോട്ടിന്റെ ഓപ്ഷൻ എനാബിൾഡ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവാം, നമ്മളെ സ്പോട്ടിന് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ആ ക്വാളിഫൈ മാർക്ക് കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. BBAക്ക് BBAന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അത് നമ്മൾ നോക്കേണ്ടി വരും ആ ഒരു സംഭവം. അതായത് BBA ഏതെല്ലാം യൂണിവേഴ്സിറ്റിയിലാണുള്ളത്, അവിടെ എന്തെല്ലാം ക്രൈറ്റീരിയ ആണ് പറയുന്നത് നമ്മൾ നോക്കണം, എന്നാലേ നമുക്ക് അങ്ങനെ, കാരണം GK വെച്ചിട്ട് BBAക്ക് കയറാൻ കഴിയും എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അപ്പം നല്ല യൂണിവേഴ്സിറ്റി ഏതാണ് എന്നതിനപ്പുറം അങ്ങനെ കയറാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യണം. പിന്നെ JMI സെക്കൻഡ് ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാകലുണ്ടോ? ഇല്ല, വെയിറ്റിംഗ് ലിസ്റ്റ് ജാമ്യക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. ആ വെയിറ്റിംഗ് ലിസ്റ്റ് നിന്നായിരിക്കും സെലക്ടഡ് ലിസ്റ്റുകൾ ഇങ്ങനെ ഉണ്ടായി വരാം. സാർ നേരത്തെ ഏത് യൂണിവേഴ്സിറ്റിയെ പറ്റി പറഞ്ഞത് എന്ന് പറയോ? സാർ പൊളിറ്റിക്കൽ സയൻസ് നല്ല സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് പറയാമോ? പൊളിറ്റിക്കൽ സയൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റിയായിരിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് അത്യാവശ്യം നല്ലത് വരുന്നത്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കമ്പാരിറ്റീവ്ലി കേരളത്തിൽ കുറവാണ്. കേരളത്തിലില്ല. BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി, അതാണ് ഓക്കെ, പിന്നെ കുറച്ചുകൂടി നന്നായി പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് ടിസ് കൊടുക്കാം. ടിസ് അത്യാവശ്യം നല്ല കോഴ്സുകൾ വരുന്നുണ്ട്. ടെസ്റ്റിൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ടോ? അങ്ങനെ ഇല്ല ഇല്ല ഇല്ല, മറ്റ് ഇല്ലല്ലോ. നോർമൽ കോഴ്സുകളാണ്. ഓർമ്മ അവിടെ നമുക്ക് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവിടെ വരുന്നുള്ളൂ. സ്പോട്ട് JMI ഹിസ്റ്ററിയിൽ വരുമോ? അത് നമുക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് പെട്ടെന്ന് ഫില്ല് ആവുകയാണെങ്കിൽ സ്പോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീറ്റ് ഫില്ല് ആയിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, സ്പോട്ടും കാര്യങ്ങളും ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അധികവും ജാമ്യയിൽ സ്പോട്ട് വിളിക്കാറുള്ളത് ഒരു ഒക്ടോബർ 5 അല്ലെങ്കിൽ ഒക്ടോബർ ആ ഒരു 10 ഫസ്റ്റ് 10 ഉണ്ടല്ലോ, ആ ഒരു സമയമാകുമ്പോഴാണ് ജാമ്യയിൽ സ്പോട്ട് വിളിക്കാറുള്ളത്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എനി മോർ ക്വസ്റ്റ്യൻസ് ലെഫ്റ്റ്? ഓക്കെ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക BTech CUT സ്കോർ 230 കിട്ടുമോ? റാഫിസ്, BTECന് നമുക്ക് ഒന്നോ രണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ ഉള്ളൂ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നത്, അതും പ്രധാനപ്പെട്ട CUT-യിൽ അനുസരിച്ച് വരുന്നില്ല എന്നാണ്. കാരണം CUT-യുടെ കീഴിൽ BTech കുറച്ച് ക്യാമ്പസുകളാണ് വരുന്നുള്ളത്. പോണ്ടിച്ചേരിയിലുണ്ട്, അതുപോലെ കർണാടകയിലുണ്ട്. അതിന്റെ അതാ കട്ട് ഓഫ് നേരത്തെ അമൻഷ പറഞ്ഞതുപോലെ ഓരോ വർഷവും വ്യത്യാസമാണ് വരുന്നത്. അപ്ലിക്കേഷൻ വരുന്നതനുസരിച്ച് അവരുടെ ഓരോ ലിസ്റ്റിലായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ കൊണ്ടുവന്നുള്ള ക്യാമ്പസ് ക്യാച്ച് സെഷനുകൾ നടത്തും. അപ്പൊ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവാം. അതോടൊപ്പം തന്നെ മാർക്ക് എത്രയാണെങ്കിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത്രയും നമ്പർ ഓഫ് സീറ്റുകൾ ഉണ്ട്. പിന്നെ നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. അല്ലാതെ എല്ലായിടത്തും അപ്ലൈ ചെയ്യരുത്. ഇപ്പൊ കൃത്യമായ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും തീർച്ചയാണ്. അപ്പോൾ പോളിഗ്രേഡ് അതുപോലെ തന്നെ ഫുൾ ടീം നിങ്ങളെ കൂടെ സപ്പോർട്ടിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു 3 മുതൽ ഒരു 5ഓളം എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡൽഹിയുടെ കേസ് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മനസ്സിലാക്കിയായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നോർത്തും സൗത്തും അതുപോലെ ക്യാമ്പസുകളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മറ്റു നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ഏത് സമയത്തും പോളിഗ്രേഡിനെ കണക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും മറ്റു സംഘടനകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ മലയാളി കമ്മ്യൂണിറ്റി വരെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഏകദേശം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും. നിങ്ങളെ കണക്ട് ചെയ്യാം, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം അവരെ. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും കഴിയും കേട്ടോ.
അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമായത് കൊണ്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അമിത് ഷാ. ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു ഈ സെഷൻ. നമ്മൾ അത് ആ രീതിയിൽ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. നല്ല നല്ല ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും നിങ്ങളുടെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഏത് സമയത്തും പോളിഗ്രേഡിനെ കണക്ട് ചെയ്യാം. നമ്മൾ കൃത്യമായി ക്ലിയർ ചെയ്ത് തരും. അതോടൊപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ്. അതോടൊപ്പം നിങ്ങൾ ഇപ്പോഴും വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കൃത്യമായി ആ ഒരു കൗൺസിലിംഗ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കൃത്യമായ ഗൈഡൻസോട് കൂടി മാത്രമേ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചുരുങ്ങിയ മാർക്ക് കൊണ്ട് നിങ്ങൾ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതേസമയത്ത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ക്യാമ്പസിൽ തന്നെ പോകണം. ഓരോ സബ്ജക്ട് വൈസും നമ്മൾ മാക്സിമം ഓരോ നല്ല ക്യാമ്പസിനെ കുറിച്ചും കോളേജിനെ കുറിച്ചുള്ള പോസ്റ്ററുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയിക്കും ഓരോ ദിവസവും. ഇപ്പം ഡൽഹിയുടെ ഈ ഒരാഴ്ചനുള്ളിൽ ആയിരിക്കും മിക്കവാറും ഓപ്പൺ ചെയ്യുക. മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ PG അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഫോളോ അപ്പ് ചെയ്യുക, അപ്ഡേറ്റുകൾ അറിയിക്കുക. ഒരുപാട് ഇതുപോലെ മലയാളി കമ്മ്യൂണിറ്റീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും മലയാളീസിനെ, നമ്മൾ ആ ലക്ഷ്യം അത് തന്നെയാണല്ലോ, നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ ഏറ്റവും നല്ല ക്യാമ്പസുകളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഉള്ളത്. അപ്പോൾ നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. അപ്പം ഒന്നും ടെൻഷൻ ആവേണ്ടതില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നീട്ടുന്നില്ല. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദിയും സന്തോഷങ്ങളും അറിയിക്കുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.